നമസ്കാരം, എൻ്റെ പേര് ആയിഷ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഓട്ടോ സൂചിക ടോപ്പ് ഗിയറിൽ. നിഫ്റ്റി പുതിയ ഉയർന്ന നിലവാരത്തിനൊപ്പം നിഫ്റ്റി ഓട്ടോ സൂചികയും പുതിയ റെക്കോർഡ് കുറിച്ചു. 22,102.05 പോയിന്റ് എന്ന പുതിയ ഉയർന്ന നിലവാരമാണ് നിഫ്റ്റി ഓട്ടോ സൂചിക രേഖപ്പെടുത്തിയത്. 2.16% ഇന്ന് ഓട്ടോ സൂചികയിൽ ഉണ്ടായ മുന്നേറ്റം. എക്സൈഡ് ഇൻഡസ്ട്രീസ് 17% ഉയർന്നു. ഏഷ്യർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS മോട്ടോഴ്സ് തുടങ്ങിയ ഓഹരികളിൽ 3% മുതൽ 4% വരെയും നേട്ടം രേഖപ്പെടുത്തി. എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഏഷ്യർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയവ ഓഹരികളിൽ ഇന്ന് 52 ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി. EV ബാറ്ററി വിൽപ്പന മെച്ചപ്പെടുത്താനായി ഹുണ്ടായും കിയയും എക്സൈഡ് ഇൻഡസ്ട്രിയും ആയി ധാരണയിൽ എത്തിയതാണ് എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില കുതിക്കാൻ വഴിയൊരുക്കിയത്. ഓഹരി വിപണി പുതിയ ഉയരത്തിൽ. ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ പുതിയ ഉയരത്തിലെത്തി. സെൻസെക്സ് 74,869.3 വരെയും നിഫ്റ്റി 22,697.3 പോയിന്റ് വരെയും ഇന്ന് ഉയർന്നു. ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ്, മെറ്റൽ ഓഹരികളിൽ മുന്നേറ്റം ദൃശ്യമായി. ക്രൂഡ് ഓയിൽ വില ബാരലിന് 90 രൂപയ്ക്ക് താഴേക്ക് ഇടിഞ്ഞതിനെ തുടർന്ന് എണ്ണ വിപണന കമ്പനികളിലൂടെ ഓഹരികളുടെ വിലയിൽ മുന്നേറ്റമുണ്ടായി. സെൻസെക്സ് 494 പോയിന്റ് ഉയർന്ന് 74,742-ലും നിഫ്റ്റി 152 പോയിന്റ് നേട്ടത്തോടെ 22,666 ക്ലോസ് ചെയ്തത്. 1,695 ഓഹരികളിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,721 ഓഹരികളിലൂടെ വില ഇടിഞ്ഞു. 118 ഓഹരികളിൽ വിലയിൽ മാറ്റം. ഏഷ്യർ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി, NTPC, SBI ലൈഫ് എന്നിവയിലാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. അദാനി പോർട്സ്, നെസ്ലെ ഇന്ത്യ, അപ്പോളോ ഹോസ്പിറ്റൽസ്, വിപ്രോ, സൺ ഫാർമ എന്നിവ കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഓട്ടോ സൂചിക 2% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ സൂചികകൾ 1%-ലേറെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.26% നേട്ടം ഉണ്ടാക്കിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെ ക്ലോസ് ചെയ്തു.